ചുറ്റും ലേക്ക് കോമോ കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. ജോർജ് ക്ലൂണി അതേപോലെ പല പല സെലിബ്രിറ്റീസിൻ്റെ വില്ലാസ് കണ്ടു. നല്ല അടിപൊളി വില്ലാസ് ആണ്. Now we're crossing the border between Switzerland and Italy. ഞങ്ങളിതാ ആക്ച്വലി സ്വിറ്റ്സർലാൻഡ് എത്തിയിരിക്കുകയാണ്. ഈ ലേക്കിൻ്റെ മേലെ ഹോഴ്സ് റേസ്, ഗോൾഫ് ഇങ്ങനത്തെ ഇതൊക്കെ വിൻ്ററിൽ നടക്കുന്നതാണ് ഗൈഡ് പറയുന്നത്. ഇതൊരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ് ഞാൻ പറയുന്നത്. അടിപൊളി. ഹായ് ഗൈസ്, ഇപ്പൊ അമ്മ സ്നോ കൂടെ പോവാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 6 ഇൻ ഇറ്റലി. ഇന്ന് ഞങ്ങളുടെ ഇറ്റലിയിലെ ലാസ്റ്റ് ഡേ ആണ്. അതുകൂടാതെ നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് ഒരു ഡേ ട്രിപ്പാണ്. ഇന്നിപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളൊരു ട്രാവലിലായിരിക്കും. നമ്മളൊരു ഗ്രൂപ്പ് ട്രിപ്പായിട്ടാണ് പോയിരിക്കുന്നത്. ഒരു ഏജൻസി വഴി നമ്മൾ ഈ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഓൺലൈനിൽ. ആൻഡ് ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ പോകുന്നത് ലേക്ക് കോമോയിലേക്കാണ്. ലേക്ക് കോമോ മാത്രമല്ല, വേറൊരു സ്ഥലം കൂടി പോകുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. So welcome back to our channel. അങ്ങനെ ഞങ്ങൾ ലേക്ക് കോമോയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഒരു ബോട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ മറ്റേ ഈ ലേക്ക് കോമോയിൽ കൂടെ കവർ ചെയ്യുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ കുറച്ചും കൂടെ പോകുമെന്ന് വിചാരിക്കാം. പിന്നെ അതാ ലേക്ക് കോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലേക്കാണ്. ഒരു വൈ ഷേപ്പിലാണ് ഈ ലേക്ക് ഉള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഇതിന് സൈഡിലായിട്ട് കുറേ കളർഫുൾ ബിൽഡിങ്സ് എല്ലാം ഉണ്ട്. ഏതായാലും കൊള്ളാം, നല്ല സ്ഥലമാണ്. നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഇതാ സ്നോ കവേർഡ് ആൽപ്സ് മൗണ്ടൻസ് കാണാൻ പറ്റും. ചെറുതായിട്ട് ഫോഗ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആവാത്തത്. കുറച്ച് സ്നോ കാണുന്നുണ്ട്, ഭയങ്കരമായിട്ട് അധികം ഇല്ല. ഇനി നമ്മൾ കുറച്ചും കൂടി മേലോട്ട് പോകുമ്പോഴേക്കും കുറച്ചും കൂടി ഡീപ്പായിട്ട് സ്നോ ഉള്ള മൗണ്ടൻസ് കാണുമെന്ന് പ്രതീക്ഷിക്കാം. അതിന് നല്ല അടിപൊളി ഷോട്ടാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ജോർജ് ക്ലൂണി അതുപോലെ പല പല സെലിബ്രിറ്റീസിൻ്റെ വില്ലാസ് കണ്ടു. ഈ ജോർജ് ക്ലൂണിയുടെ വില്ലയിൽ മറ്റേ ബറാക് ഒബാമ, മാറ്റ് ഡെമൺ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ബോട്ട്. നല്ല ലോഞ്ച് പോലത്തെ ടൈപ്പ് ബോട്ടാണ്. ഞങ്ങളിതാ ഈ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു ലോഞ്ച് ടൈപ്പുള്ളൊരു ബോട്ട്. അത് ഫ്രണ്ടിൽ കവേർഡായിട്ട് ബാക്കിൽ ഓപ്പൺ ആയിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ. ഇത് ചുറ്റും ലേക്ക് കോമോ കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. ഇറ്റലിയിൽ വരികയാണെങ്കിൽ ലേക്ക് കോമോ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാംനെസ് ആണ്. കാരണം നമുക്ക് മിലനിലായിക്കോട്ടെ റോമിലായിക്കോട്ടെ ഇവിടെയൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പീസ് നമുക്ക് ഈ ഒരു ലേക്ക് കോമോയിൽ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇവിടുത്തെ നേച്ചർ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ടർക്കോയിസ് കളറുള്ള വാട്ടർ, കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലാസ്, പിന്നെ ഒരുപാട് മരങ്ങൾ, ആൻഡ് നമുക്ക് ദൂരെ നിന്ന് ആൽപ്സ് കാണാൻ പറ്റുന്നു. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. എത്രത്തോളം നമുക്ക് ഈ ക്യാമറ ഇതിനോട് നീതി പുലർത്തി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഞങ്ങൾക്ക് ലേക്ക് കോമോ കാത്തുവെച്ചിരുന്നത്. നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയാൽ ഇവിടെ ഒന്നും കൂടി വരണമെന്ന് തോന്നാറില്ലേ? അങ്ങനെ ഒരു സ്ഥലമാണ് ലേക്ക് കോമോ.
ഇവിടെ ഒന്നും കൂടി വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു ലേക്കോമോ. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കല്യാണങ്ങൾ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിന് ഇവിടെ വീടുകളും ഉണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മളുടെ ഇംഗ്ലീഷ് ലെറ്റർ വൈ തിരിച്ചിട്ടാലുള്ള ഷേപ്പാണ് ഈ ലേക്കോമോയ്ക്കുള്ളത്. എന്തായാലും ലേക്കോമോ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. അങ്ങനെ ഞങ്ങളിതാ ലേക്കോമോൻ്റെ ബോട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ചെറിയ സർപ്രൈസാണ്, അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും. ലേക്കോമോ ട്രിപ്പിനെ പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ ജോർജ് ക്ലൂണി, അതേപോലെ പല പല സെലിബ്രിറ്റീസിൻ്റെ വില്ലാസ് കണ്ടു. നല്ല അടിപൊളി വില്ലാസാണ്. നമ്മൾ ഈ പല പല ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് നല്ല നീല വെള്ളത്തിന് സൈഡിലുള്ള വില്ലാസ് നല്ല അടിപൊളി സൈറ്റായിരുന്നു. ഒരു 40-45 മിനിറ്റാണ് ഈ ബോട്ട് റൈഡ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ എന്നിട്ട് റൗണ്ട് ചുറ്റിച്ച് ഈ പറഞ്ഞ വില്ലാസൊക്കെ കാണിച്ച് പിന്നെ ഇതിൻ്റെ മധ്യഭാഗത്ത് കൂടെയൊക്കെ പോയി തിരിച്ചു വന്നു. നല്ല അടിപൊളി റോഡ് പറഞ്ഞു. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം. Now we're crossing the border between Switzerland and Italy. Estamos. ഞങ്ങളിതാ ആക്ച്വലി സ്വിറ്റ്സർലാൻഡ് എത്തിയിരിക്കുകയാണ്. ഈ ലേക്കോമോ ട്രിപ്പിൻ്റെ ലേക്കോമോ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ സെൻറ്റ് മോറിസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. സെൻറ്റ് മോറിസ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലാണ്. ഇപ്പോൾ നമ്മൾ സ്വിസ് ബോർഡർ ക്രോസ് ചെയ്തു സെൻറ്റ് മോറിസിൽ പോയിട്ട് അവിടുത്തെ സ്വിറ്റ്സർലാൻഡിലെ ഫേമസ് ആയിട്ടുള്ള റെഡ് ട്രെയിൻ എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട്. അതായത് ഗ്ലേഷ്യറിലേക്ക് കൂടെ പോകുന്ന ട്രെയിൻ. ആ ട്രെയിൻ കയറിയിട്ട് ഞങ്ങളൊരു 2 മണിക്കൂർ ഒരു യാത്രയുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ അതാ നേരെ സെൻറ്റ് മോറിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ സ്നോ ക്യാപ്പ് മൗണ്ടൻസും നല്ല വാലീസും നല്ല രസമാണ്. ഈ നല്ല വ്യൂ ഉള്ളൊരു ബസ്സുമാണ്. അപ്പം മൊത്തം ഇങ്ങനെ കാഴ്ച കണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കോമോയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലെ സെൻറ്റ് മോറിസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചുറ്റും മലകൾ, മലകളുടെ മേലെ മഞ്ഞ്, താഴ്വാരം, മരങ്ങൾ, പച്ചപ്പ്, ഹരിതാപം, പിന്നെ എന്ത് വേണം? ഇത്രയും പോരെ നമുക്ക് നമ്മുടെ കണ്ണിന് നല്ല കുളിർമ തരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വിറ്റ്സർലാൻഡിലുള്ളൊരു ഫ്രോസൺ ലേക്കാണ്. ഇത് കഴിഞ്ഞ വിൻ്ററിലൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ ഗോൾഫ്, ഹോഴ്സ് റേസ്, പോളോ അതുപോലത്തെ കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇത്തിരി ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയാണ് ഇവിടെ. ഞങ്ങളങ്ങനെ സെൻറ്റ് മോറിസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ബസ് ഇറങ്ങി. ഞങ്ങൾ ഗൈഡ് മീറ്റിംഗ് പോയിന്റിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനുണ്ട് സമയം. അപ്പം 2 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ റെഡ് ട്രെയിൻ തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങളിതാ സെൻറ്റ് മോറിസിലെ ഒരു ലേക്ക് കാണുന്നൊരു വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ്. ഈ താഴെ കാണുന്ന ലേക്ക് മുഴുവൻ ഫ്രോസൺ ലേക്കാണ്. ഈ പറഞ്ഞ ലേക്കിന് മുകളിലാണ് നേരത്തെ പറഞ്ഞ മറ്റേ ഗോൾഫും ഹോഴ്സ് റേസും ഇതെല്ലാം നടന്നത്. പിന്നെ അതിമനോഹരമായ സ്നോ ക്യാപ്പ് മൗണ്ടൻസ്. സ്വിറ്റ്സർലാൻഡിൻ്റെ ബ്യൂട്ടി അതൊന്ന് വേറെ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്ക്. സ്വിറ്റ്സർലാൻഡിലെ ഈ ചെരിഞ്ഞ ഒരു ലിഫ്റ്റാണ് നമ്മൾ കാണുന്നത്.
നമ്മൾ ഏകദേശം നമ്മുടെ വിഞ്ച് പോലത്തെ സെറ്റപ്പാണ്, പക്ഷെ ലിഫ്റ്റിന്റെ അതേ സ്ട്രക്ചറിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. ഞങ്ങൾ സെൻറ്റ് മോറിസിലെ സിറ്റീൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കുറേ എണ്ണം ഓപ്പൺ ആവാത്ത പോലെ തോന്നി. കുറച്ചെണ്ണം ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ അത് തപ്പിപ്പോവാണ്. ഞങ്ങളിതാ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ വന്നതാണ് സെൻറ്റ് മോറിസിൽ. നമുക്ക് അകത്ത് കയറി നോക്കാം. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം ഞങ്ങളുടെ ട്രെയിനിന് സമയമായി. അപ്പം ഞങ്ങൾ മെല്ലെ ആ ഒരു സ്ലാൻഡിങ് എലിവേറ്ററിൽ സ്റ്റേഷനിലേക്ക് പോവാണ്. ഒരു കാര്യം ചെയ്യാമോ, നിങ്ങൾ ലിഫ്റ്റിൽ വിട്ടോ, ഞാൻ ഈ എലിവേറ്ററിൽ വരാം. ഓക്കെ? ഇതാണ് ആ റെഡ് ട്രെയിൻ. അപ്പം ചില കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഫുള്ള് ഗ്ലാസ് ആയിരിക്കും. അപ്പം നമുക്ക് ആ ഫുൾ പാനോരമിക് വ്യൂ കിട്ടും. നമ്മളത് സെക്കൻഡ് ക്ലാസ് ആണ്, കാരണം ഇത് നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ട് ആ ഒരു ടൂർ പാക്കേജ് വഴി ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ക്ലാസ് ആണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് മറ്റേ ഗ്ലാസിൻ്റെ മറവില്ലാതെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതാണ് റെഡ് ട്രെയിനിൻ്റെ സെക്കൻഡ് ക്ലാസിൻ്റെ ഒരു പ്രത്യേകതയല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഫോട്ടോഗ്രാഫിക്ക് അത് അഡ്വാൻറ്റേജ് ആണ്. വീഡിയോ എടുക്കുന്നവർക്ക് തീർച്ചയായും ഫസ്റ്റ് ക്ലാസ് വിത്ത് പാനോരമിക് വ്യൂവിംഗ് ആയിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങളിതാ ബെർണിന റെഡ് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. റെഡ് ട്രെയിനാണ്, ബെർണിന എക്സ്പ്രസ് അല്ല. ബെർണിന എക്സ്പ്രസ് ആണ് ആക്ച്വലി ഏറ്റവും പ്രീമിയം. അത് കുറച്ചുകൂടി വൈഡർ വിൻഡോസ് ആണ്. നമുക്കുള്ളത് ബെർണിന റെഡ് ട്രെയിൻ. ഇതിൽ നമുക്ക് വിൻഡോസ് താഴ്ത്താൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും കയറി. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫുൾ ബോഗി നമ്മൾ വന്ന ബസ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ തന്നെ ആൾക്കാർ ഫുള്ളായിരുന്നില്ല, കാലിയായിരുന്നു കുറേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഇവർ പറയുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ഏറ്റവും നല്ല വ്യൂ എന്നാണ്. അപ്പോൾ എല്ലാവരും റൈറ്റ് സൈഡ് കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബെർണിന റെഡ് ട്രെയിനിലാണ്. ഇതാ ഇപ്പോൾ ട്രെയിൻ എടുത്തിട്ടേ ഉള്ളൂ. കുറച്ചൊക്കെ സ്നോ ഉള്ള ഏരിയാസിൽ കൂടെ ഒക്കെ പോയി, പക്ഷേ മെയിൻ ഏരിയാസ് വരാനിരിക്കുന്നുള്ളതാണ് ഗൈഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഏതായാലും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൈയിട്ടാലും തലയിട്ടാലും ഒന്നും ഇവർക്ക് പ്രശ്നമില്ല. സെൽഫി സ്റ്റിക്കുകൾ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതായാലും നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ ഒരു ട്രെയിൻ ജേണി ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇതിനേക്കാൾ വലുത് ഇനി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ ട്രെയിൻ ജേണിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ വ്യൂസും. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ, ഈ മഞ്ഞ് പൊതച്ച് കിടക്കുന്ന മലകൾ, ഇതൊക്കെ കാണുമ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആവും. ഹായ് ഗൈസ്, ഇപ്പം അമ്മത് സ്നോ കൂടെ പോവാണ്. ട്രെയിനിൽ പോയി നമ്മൾ സ്നോ കൂടെ പോവാണ്. നമ്മൾ സ്റ്റോപ്പായില്ല. അപ്പം അച്ഛ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അമ്മ ഇവിടെ ഇരിക്കുക. Non-stop like this, gonna rock the party non-stop like this, gonna rock, we non-stop like this, gonna rock the party non-stop like
സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണ് ഇത് തന്നെയാണ്. ഇതിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറയണോ എന്ന് വരെ ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. ഇത് ഇങ്ങനെ കാണുമ്പം എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണോ, ഇത് നേരിട്ട് കണ്ട ഞങ്ങളുടെ അവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ലേക്ക് കോമോ പ്ലസ് സെൻറ്റ് മോറിസ് പ്ലസ് സ്വിറ്റ്സർലാൻഡ് ബെർണീന റെഡ് ട്രെയിൻ ട്രിപ്പ് ഇവിടെ അവസാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ഞങ്ങളിതാ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്ക് കോമോ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ സെൻറ്റ് മോറിസ് വരെ ബസ്സിന് പോയി. അവിടുന്ന് പിന്നെ നമ്മൾ ട്രെയിൻ കയറി ഈ പറഞ്ഞ മറ്റേ മൗണ്ടൻ റൂട്ട് കൂടെ ഒക്കെ പോയിട്ട് ടിറാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. ഇനി അവിടുന്ന് നമ്മൾ വന്ന അതേ ബസ് തന്നെ നമ്മൾ തിരിച്ചു കയറിയിരിക്കുകയാണ്. ഈ ബസ് നമ്മൾ കയറിയ മിലൻ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തും. മിലൻ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനി ഏതാണ്ട് 3 മണിക്കൂറുണ്ട്. ഇടയ്ക്ക് അവർ എന്തെങ്കിലും ബ്രേക്കിന് നിർത്തും. അതെല്ലാം അടിപൊളിയായിരുന്നു, വർത്തായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്തത് ഈ ഒരു ട്രിപ്പല്ല. ഞങ്ങൾ ബുക്ക് ചെയ്തത് ലേക്ക് കോമോ പ്ലസ് ഒരു തൊട്ടടുത്തുള്ള ബ്രാജിയോ എന്ന് പറഞ്ഞൊരു ലേക്ക്. അത് സ്വിറ്റ്സർലാൻഡിലാണ്. പക്ഷേ ലേക്ക് കോമോയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന വേറൊരു ലേക്കായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ 2 ദിവസം മുന്നേ എനിക്ക് മെസ്സേജ് വന്നു, അതായത് ഈ ഒരു ട്രിപ്പ് ഇല്ല, വേണച്ചാൽ 14-ാം തീയതി ബുക്ക് ചെയ്ത ട്രിപ്പ് 13-ാം തീയതി വേണച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ മിലാനിൽ എത്തിയാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് 14-ഓ 15-നോ ഈ ട്രിപ്പ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ഗ്രേഡ് ഉണ്ട്. ഇത് അതായത് ലേക്ക് കോമോ പ്ലസ് സെൻറ്റ് മോറിസ് ഈ റെഡ് ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നു. അപ്പോൾ ആദ്യം ഇത് ചെറിയ ഡൗട്ട് അടിച്ചു, എന്താ റെഡ് ട്രെയിൻ വലിയ പിടുത്തില്ല. പിന്നെയാണ് നോക്കി പറഞ്ഞത്, അതായത് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് അഡ്വഞ്ചറസ് ആൻഡ് എക്സൈറ്റിംഗ് ട്രെയിൻ ട്രിപ്പ് തന്നെയാണ് ഈ റെഡ് ട്രെയിൻ എന്ന് പറഞ്ഞത്. ആക്ച്വലി ബെർണീന എക്സ്പ്രസ് ഉണ്ട്, ബെർണീന റെഡ് ട്രെയിൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെർണീന റെഡ് ട്രെയിനിന് ആണ് ശരിക്കും പറഞ്ഞ് ബെർണീന റെഡ് ട്രെയിനാണ് നല്ലത് എൻ്റെ പെർസ്പെക്റ്റീവിൽ, ഒരു വ്ളോഗറിൻ്റെ പെർസ്പെക്റ്റീവിൽ. കാരണം നമുക്ക് തലയൊക്കെ പുറത്തിട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷെ ചുമ്മാ ഒരു കാഴ്ചക്കാരൻ്റെ പെർസ്പെക്റ്റീവ് ബെർണീന എക്സ്പ്രസ് ആയിരിക്കും നല്ലത്. കാരണം കുറച്ചുകൂടി പെനാരമിക് ആയിട്ടുള്ള ഗ്ലാസ്സാണ് അതിന്. അപ്പം ഏതായാലും ഇത് രണ്ടും വർത്ത് തന്നെയാണ്. ഞങ്ങളിതാ തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇറ്റലി ട്രിപ്പിൽ ഏറ്റവും നല്ല ഡേ ഇതാണെന്ന് വേണമെച്ചാൽ പറയാം. ഇത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ആക്ച്വലി 3 കൺട്രീസ് കവർ ചെയ്തിട്ടുണ്ട്. റോം, ഇറ്റലിനകത്തുള്ള വത്തിക്കാൻ സിറ്റി, പിന്നെ അതാണ് സ്വിറ്റ്സർലാൻഡ്. അങ്ങനെ 3 കൺട്രീസാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇറ്റലി നമ്മൾ ഓൾറെഡി വന്നതാണ് വെനീസിൽ, അപ്പോൾ എക്സ്ട്രാ 2 കൺട്രീസ്. അപ്പോൾ നമുക്കിനി മിലനിൽ എത്തിയിട്ട് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞങ്ങളിതാ തിരിച്ചങ്ങനെ മിലൻ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇന്ന് രാത്രി 10 മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. പക്ഷേ ആ ഫ്ലൈറ്റ് നാളെ രാവിലെ 8 മണിക്കൊക്കെ അവർ EasyJet പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു രാത്രി സ്റ്റേ എടുക്കേണ്ടി വന്നു. പക്ഷേ നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന Airbnb ഒരു എക്സ്റ്റൻഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർപോർട്ടിന്, അതായത് MXP എന്ന് പറഞ്ഞ മിലൻ്റെ മെയിൻ എയർപോർട്ടിൻ്റെ അടുത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ ആ എയർപോർട്ടിന് അടുത്തുള്ള ഹോട്ടലിലേക്ക് നമ്മൾ പോകണം. അതൊരു 1 മണിക്കൂർ യാത്രയുണ്ട്. അതാണ് ഈ പ്രശ്നം. ഓക്കെ, ഹലോ, വെൽക്കം ടു ഡേ 7 ഇൻ ഇറ്റലി അല്ല UK. ഞങ്ങൾ UK എത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ്, ഞങ്ങൾക്ക് 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ മിലനിൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇന്നലെ രാത്രി ജസ്റ്റ് പോയി അവിടെ സ്റ്റേ ചെയ്തു, തിരിച്ചു, അത്രയേ ഉള്ളൂ. ഒന്ന് ഉറങ്ങി അതേപോലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നു. അപ്പം നമുക്ക് അവിടുന്ന് ബസ് ഉണ്ടായിരുന്നു, ഷട്ടിൽ സർവീസ് അല്ല, കാറുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ കാറ് വന്നു. നമ്മൾ നേരെ എയർപോർട്ടിലെത്തി. ഞങ്ങളിപ്പം മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവാണ്. നമ്മൾ കാറ് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇറ്റലി. ഇറ്റലിയിൽ ഞങ്ങൾ ആകെ പോയത് മിലൻ, റോം, പിന്നെ പിസ്സ ഒരു ദിവസം കണ്ടു, പിന്നെ ലേക്ക് കോമോയും പിന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ ആ ഒരു ട്രെയിൻ ജേർണി, അത്രയാണ് നമ്മൾ കണ്ടത്. അല്ലാതെയും ഒരുപാടുണ്ട്. അമാൽഫി കോസ്റ്റ്, ടസ്കനി, ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷേ ഇതൊക്കെ വളരെ ദൂരം കൂടുതലാണ്. ഇറ്റലി ഒരു വലിയൊരു കൺട്രിയാണ്. അപ്പോൾ ഭയങ്കര ദൂരം കൂടുതലായതുകൊണ്ട് നമുക്കത് പോസിബിൾ അല്ല
2 പിള്ളേരെയും വെച്ചിട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് തന്നെ നമുക്ക് കുറേ ട്രാവൽ വന്നിട്ടുണ്ടായിരുന്നു. പിസയിലേക്ക് വന്ന് മിലനിലോട്ട് നമുക്കൊരു ദിവസം മുഴുവൻ ട്രാവൽ ആയിരുന്നു. അപ്പം അത് പോസിബിൾ ആയിരുന്നില്ല. പക്ഷെ നല്ല കുറേ സ്ഥലങ്ങളുണ്ട് ഇറ്റലിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ മെയിൻ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള റോമും മിലനുമാണ് ഫോക്കസ് ചെയ്തത്. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ബാക്കിയുള്ള സ്ഥലങ്ങൾ. എന്തായാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു. എല്ലാം നമുക്ക് ഒന്നും മടുപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തു. മാക്സിമം ഞങ്ങൾ പിള്ളേരെയും വെച്ചിട്ട് കാണാൻ പറ്റി. ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങൾക്ക് പറ്റി. കുട്ടികളാണെങ്കിലും സഹകരിച്ചു. കാരണം അവരുടെ ഫുഡൊക്കെ കറക്റ്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഹാപ്പി ആയിരിക്കും. അപ്പം അവരാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഞങ്ങളെ ട്രിപ്പ് അവസാനിച്ചു. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ എത്തണ്ടായിരുന്നു. ഇന്നാണ് ഞങ്ങൾ ഒന്ന് ടയേർഡായത്. കാരണം ഞങ്ങൾ 2 ദിവസം ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് രാത്രി 11 മണിയാവും ഉറങ്ങാൻ. രാവിലെ നേരത്തെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മൾ 2 ദിവസം അടുപ്പിച്ച് 4 മണിക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഉറക്കക്ഷീണമുണ്ട്. പക്ഷെ ഇന്നലെ ഞങ്ങളെ ഫ്ലൈറ്റ് ഇന്നലെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ലേക്ക് കോമോ ട്രിപ്പ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പം എല്ലാം നല്ലതിന്. എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ടയറിങ് ആണ്. എന്നാലും ട്രിപ്പ് അടിപൊളിയായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ അടുത്ത ട്രിപ്പുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.